നമസ്കാരം. നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സയൻസും ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ ഇത്ര പെട്ടെന്ന് വളരാൻ തുടങ്ങിയത് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് ഒരുപാട് കാലത്തോളം നമ്മുടെ സയൻസും അതുപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ മരവിച്ച് മുരടിച്ചിരിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? അതായത് ഒരു മധ്യകാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? പിന്നീട് ഈ അടുത്ത കാലങ്ങളിൽ മാത്രം ഇത്ര വലിയ രീതിയിൽ മാറാൻ കഴിഞ്ഞത് എങ്ങനെയായിരിക്കാം? നമുക്ക് ആ വിഷയത്തെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ സങ്കല്പിച്ച് നോക്കുക. ഒരു AD 1000 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ 100 ഗ്രാമീണർ ചേർന്ന് അവരൊരു 100 ടൺ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് കരുതുക. ഒരു 100 വർഷം കൂടി കഴിഞ്ഞ്, അതായത് 1100 AD ആകുമ്പോൾ അവർക്ക് കൂട്ടാൻ കഴിയാവുന്ന ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 110 ജോലിക്കാർ ചേർന്ന് ഒരു 120 ടൺ ഗോതമ്പൊക്കെ ആയിരിക്കാം മാക്സിമം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഈ 100 വർഷം കൊണ്ട് ഒരു 20 ടണ്ണിൻ്റെയൊക്കെ വളർച്ചയാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഈ 20 ടൺ ഗോതമ്പ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പോപ്പുലേഷനും അതനുസരിച്ച് കൂടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അവരുടെ ജീവിത നിലവാരം എന്നും ഒരേ രീതിയിൽ തന്നെയായിരിക്കാം മുന്നോട്ട് പോയിട്ടുണ്ടാവുക. വളർച്ചയെക്കുറിച്ച് നമ്മൾ ഇന്ന് ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അന്നത്തെ ജനങ്ങൾ അതിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ വളർച്ച എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അന്നുള്ളവർ വിചാരിച്ചു കൊണ്ടിരുന്നത് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളിൽ ഒരു പരിധി ഉണ്ടെന്നും അതിൽ കൂടുതലൊന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു കരുതിയിരുന്നത്. അതുപോലെ തന്നെ വളർച്ച എന്ന കൺസെപ്റ്റ് അവരുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുക്കണമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരുടെ പേരക്കുട്ടികളുടെ ജീവിത നിലവാരം അവരുടെ ജീവിത നിലവാരത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുമെന്നും അവർ കരുതിയിരുന്നില്ല. അങ്ങനെ ഒരു ചുറ്റുപാടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. നമുക്ക് ഈ കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് എല്ലാ വർഷവും പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ടൊരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കാനും മരുന്ന് കണ്ടുപിടിക്കാനും ഒക്കെയുള്ളൊരു താല്പര്യം നിങ്ങൾക്കുണ്ട് എന്ന് കരുതുക. അപ്പോൾ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ലാബ് വേണം, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സസ്യങ്ങൾ വേണം, അതുപോലെ തന്നെ അമൂല്യമായ രാസവസ്തുക്കൾ വേണം, സഹായികൾ വേണം. പിന്നെ വലിയ ഡോക്ടേഴ്സിനെയും മറ്റാളുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ യാത്രാ ചെലവുകൾ ഉണ്ടാവാം. പിന്നെ നിങ്ങൾ ഈ ഗവേഷണത്തിൽ അകപ്പെട്ടിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ കുടുംബത്തിന് ചെലവിനുള്ള മാർഗം ഉണ്ടാവണം. അപ്പോൾ വലിയൊരു ക്യാപിറ്റൽ അതിനാവശ്യമായിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹമുള്ളത് കൊണ്ട് നിങ്ങൾ അതുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വലിയ പണം ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അന്ന് ചോദിക്കാൻ കഴിയാവുന്നത് അന്ന് നിങ്ങളുടെ അടുത്തുള്ള ഒരു മില്ലിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ബേക്കറി നടത്തുന്ന ഒരാളുണ്ടാവാം, അല്ലെങ്കിൽ കൊല്ലപ്പണി ചെയ്യുന്ന ഒരാളുണ്ടാവാം. അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് ഈ ആവശ്യങ്ങളെല്ലാം നടത്താനുള്ള പണം കടമായി തരികയാണെങ്കിൽ ഞാൻ ഈ മരുന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഞാൻ പണക്കാരനായി കഴിയുമ്പോൾ ഈ കടമെല്ലാം നിങ്ങളുടെ വീട്ടിൽ തരാം. നിങ്ങളതുകൊണ്ട് ഇപ്പോൾ ഈ മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും താല്പര്യമില്ല. അവർ നിങ്ങൾക്ക് പണം തരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു അത്ഭുത മരുന്നിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിച്ച് രോഗം മാറ്റാമെന്നും അവർ കരുതുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബവും നോക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് നിങ്ങൾ അവരുടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ പറഞ്ഞയക്കാനാണ് സാധ്യതയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് പണമില്ലാതെ ഈ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റാതെ വരികയും നിങ്ങൾക്ക് മറ്റു വഴികളൊന്നുമില്ലാതെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് പോവുകയും അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോഴും ഈ പകർച്ചവ്യാധികൾ എല്ലാ വർഷവും വന്ന് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് നെടുവീർപ്പോടെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. നിങ്ങൾക്കൊരു മരുന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യം അവിടെയില്ല. അപ്പോൾ അവിടെ പണം കൈമാറ്റം നടക്കുന്നില്ല, അതുപോലെ തന്നെ സയൻസിലൊരു പുരോഗതി നടക്കുന്നില്ല. ഇങ്ങനെയായിരുന്നു മധ്യകാലഘട്ടങ്ങളിൽ കൂടുതൽ സമയം സംഭവിച്ചത്.
മനുഷ്യർക്ക് വളർച്ചയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, വളർച്ചയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ആരും മുതൽ മുടക്കാനും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ളൊരു മരുന്ന്, ഇപ്പോൾ കൊറോണയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടം തരാനായിട്ട് ബാങ്കുകളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും നിങ്ങളെ സഹായിക്കും. ക്ലൗഡ് ഫണ്ടിങ് എന്ന സോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പല പല പ്രൈവറ്റായിട്ടുള്ള പണക്കാരും നിങ്ങൾക്ക് പണം തരാനായിട്ട് തയ്യാറാവും, നിങ്ങളുടെ കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ. കാരണം അവർ ഇപ്പോൾ പണം തരുന്നത് നിങ്ങൾ മുന്നോട്ട് വളരുമെന്നുള്ള വിശ്വാസത്തിലാണ്, ആ വളർച്ചയിലാണ് നിങ്ങൾക്ക് കടം തരുന്നത്. വളർച്ചയിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ബാങ്കുകളോ ഒരു മനുഷ്യനോ കടം തരികയുള്ളൂ. വളരില്ല, ഒരു പുരോഗതിയും ഉണ്ടാവില്ല, ഈ കടം തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്ത ഒരാളാണെങ്കിൽ അവർ ഇപ്പോഴും നിങ്ങൾക്ക് ലോൺ തരാനൊന്നും തയ്യാറാവുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യനിൽ വളർച്ചയിൽ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് കടങ്ങളുണ്ടായത് കൊണ്ടാണ് സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് നീങ്ങുകയും ഒരുപാട് വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുകയും സയൻസും ടെക്നോളജിയും ഇത്ര വലിയ രീതിയിൽ ഇവോൾവ് ആവുകയും ഒക്കെ ചെയ്തത്. മനുഷ്യരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ വളർച്ചയ്ക്കും കടത്തിനുമൊക്കെ ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. അതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും നമ്മുടെ സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് നാളേക്കുള്ള വളർച്ചയും നാളേക്കുള്ള പ്രതീക്ഷയും കൊണ്ടാണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.